നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ റെസ്ലേഴ്സ് നടു റൂട്ടിൽ ഇറങ്ങി സ്ട്രൈക്ക് നടത്തുന്നത് എന്തിന്? ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓക്കെ ഒരുപാട് പേര് എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞ ഒരു കേസ്. ഞാൻ ഇത്രയും ലേറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പറയുമ്പോൾ ഓക്കെ എനിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം വരുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ. കാരണം രാജ്യത്തിന് വേണ്ടി പല പല ഒളിമ്പിക് അടക്കമുള്ള പല പല മേജർ ടൂർണമെന്റിൽ അവർ മെഡൽ അടിക്കുന്നു, മെഡൽ അടിച്ച് അവർ കയറി പവലിയനിൽ നിൽക്കുന്നു. ഇറ്റ്സ് എ ഫീലിംഗ് ഓക്കെ. അപ്പോൾ രാജ്യത്തിൻ്റെ പേര് ഇത്രയും ഇൻ്റർനാഷണലി ഉയർത്തി കാണിച്ച നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അടക്കം ഒരുപാട് റെസ്ലേഴ്സ് നടു റോട്ടിൽ ഡൽഹി പോലീസ് അടിച്ച് വലിച്ചയച്ചു കൊണ്ടിരുന്ന രംഗം നമുക്ക് സഹിക്കാൻ പറ്റാത്ത രംഗമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് ഇതിപ്പോൾ പറയുമ്പോൾ ഒറ്റ സൈഡ് മാത്രം പറഞ്ഞിട്ട് പോകുന്ന ഒരു കേസല്ല. പറയുമ്പോൾ ഒരു രണ്ട് ഭാഗം ഓക്കെ, രണ്ട് പെർസ്പെക്റ്റീവ് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ദിവസം ടൈം എടുത്ത് കുറച്ചധികം വീഡിയോസ് ഞാൻ റെഫർ ചെയ്ത് കുറച്ചധികം ന്യൂസസ് റെഫർ ചെയ്തിട്ടൊക്കെ വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യം പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 2023 ഓക്കെ. ജനുവരി 2023 എന്താ പറയുക, റെസ്ലിംഗ് ആ ഒരു കാറ്റഗറിയിലെ ഏറ്റവും വലിയ പേരുകൾ, കറൻ്റ്ലി പ്രസൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ പേരുകളായ സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ, വിനേഷ് ഫോഗാട്ട്, ഇനി ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ മെയിൻ ഈ ഒരു കാര്യം ഫോക്കസ് ആവാൻ കൂടുതലായിട്ടുള്ള കാരണം ഈ മൂന്ന് വലിയ പേരുകൾ തന്നെയാണ്. ഇവർ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. എന്തിന്, ആർക്കെതിരെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബ്രിജ് ഭൂഷൺ സിംഗ് MP ആണ്, UP നിന്നാണ്. UP ദ മോസ്റ്റ് പവർഫുൾ BJP പൊളിറ്റീഷ്യനാണ് ബ്രിജ് ഭൂഷൺ സിംഗ്. ഗോണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഹരിയാന നമുക്കറിയാം, റെസ്ലേഴ്സിനെ കൊണ്ട് ഒരുപാട് ഭയങ്കര എന്താ പറയുക, റെസ്ലിംഗ് ലെഗസി ഭയങ്കര കൂടുതലാണ് ഹരിയാനയ്ക്ക്. സോ ഇനിയിപ്പോൾ നമ്മുടെ സാക്ഷി മലിക് ആണെങ്കിലും ബജ്രംഗ് പുനിയ ആണെങ്കിലും വിനേഷ് ഫോഗട്ട് ആണെങ്കിലും ഒക്കെ ദേ കംസ് ഫ്രം ദെയർ. സോ അവിടെ ഒരു ഹെവി ഹെഡഡ് റെസ്ലിംഗ് ഒരു ഇത് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് WFI ഓക്കെ, റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഒരു ചീഫ് പ്രസിഡൻറ്റ്, അയാളെ കുറിച്ചിട്ട് 7 പേര് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതിൽ ഒരു കുട്ടി മൈനറാണ്. സെക്ഷൽ അബ്യൂസ് ഓക്കെ, സെക്ഷൽ അബ്യൂസ്. കേസ് എടുക്കുന്നില്ല. അതും എടുക്കാൻ പേടിച്ചിട്ടാണോ? കാരണം ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? BJP MP ആണ്. അപ്പോൾ യു പിയിൽ മേജറായിട്ടുള്ള 3 ഡിസ്ട്രിക്റ്റുകളിൽ ഭയങ്കരമായിട്ടൊരു ഹോൾഡുള്ള ഒരു വ്യക്തിയാണ് ബ്രിജ് ഭൂഷൺ സിംഗ്. ഈ 3 ഡിസ്ട്രിക്റ്റിൽ എവിടെ നിർത്തിയാലും ബ്രിജ് ഭൂഷൺ ഈസി ആയിട്ട് ജയിച്ച് BJPക്ക് ഒരു സീറ്റും കൊണ്ടുപോരും ഓക്കെ. പിന്നെ ഇയാളുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി മോഷണം അങ്ങനത്തെ തുടങ്ങിയ പരിപാടികൾ, ബേസിക്കലി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒരു ന്യൂസ് ഇൻ്റർവ്യൂവിനിടയിൽ ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് വരെ പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ BJPയുടെ MP ആയിട്ടിരിക്കുന്നത്. मेरे जीवन में मेरे हाथ से एक हत्या हुई है. लोग जो कुछ भी कहें, मैंने एक हत्या की है. रविंदर को जिस आदमी ने मारा है, मैंने हाथ छोड़ा करके और उसको तुरंत राइफल से उसके पीठ पर रख करके मार दिया. ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ പറഞ്ഞ ഓപ്പൺ ആയിട്ട് വന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ആളുകളുടെ ഇടയിലോ ഇയാളുടെ ഒരു ഗുണ്ടായിസത്തിന്റെ ലെവൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ അടുത്ത് നമ്മളൊക്കെ ഒരുപാട് പേര് സ്റ്റോറി സ്റ്റാറ്റസ് ഇടുന്നവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു റെസ്ലറിനെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ നിന്ന് ഒരാൾ അടിച്ചു വിടുന്നത് അത് ബ്രിജ് ഭൂഷൺ സിംഗ് ആയിരുന്നു ഓക്കെ. അപ്പോൾ ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ടാഡയടക്കം ഈ പറഞ്ഞ ദാവൂദ് ഇബ്രാഹിമിനടക്കം ബന്ധമുണ്ട് എന്ന് അറിയുന്ന ഒരു ബോൺ ക്രിമിനൽ തന്നെ പറയാം ഇദ്ദേഹത്തെ നല്ല ഇവനെ. പിന്നെ നെപ്പോട്ടിസാണ് ആശാൻ്റെ മെയിൻ പരിപാടി. WFI മൊത്തത്തിൽ കുഴച്ചെടുത്ത് തിന്ന് മാമൻ്റെ മോൻ മക്കള് എല്ലാവരെയും വലിച്ചു കൂട്ടിയിരുന്ന് നെപ്പോട്ടിസം ആ പരിപാടിയാണ്. നമ്മൾ KGF റോക്കി ഭായ് പറഞ്ഞ മാതിരി നെപ്പോട്ടിസമാണ് ആശാൻ്റെ മെയിൻ പരിപാടി. സോ റെസ്ലിംഗ് ഫെഡറേഷൻ ഒന്നാകെ വിഴുങ്ങുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം. പക്ഷേ BJP ഇയാളെ കൈയൊഴിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കേസിൻ്റെ മുകളിൽ ഇയാൾക്കെതിരെ ഓൾറെഡി ഉണ്ട്. ഇയാൾ തന്നെ പബ്ലിക്കായിട്ട് മീഡിയയിൽ വന്നിട്ട് ഇയാൾ ഒരാൾ കൊന്നു എന്ന് പറയുന്നു. ഇപ്പം റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ചീഫായിട്ടിരുന്ന സമയത്ത് 7 സ്ത്രീകൾ കേസ് കൊടുക്കുന്നു. അതിലൊരു കുട്ടി മൈനർ സെക്ഷൽ അസോൾട്ട് അടക്കം വന്നിട്ടും ഇയാളെ ഇപ്പോഴും BJP സപ്പോർട്ട് ചെയ്യുന്നു. മോദി ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? UPയിൽ 3 സ്ഥലത്ത് നിന്നാൽ പുട്ടുപോലെ ജയിച്ചു വരും എന്ന് അറിയുന്നത് കൊണ്ട്. വേറെ ഒന്നുമല്ല സംഗതി.
അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് ഒരു വഴിക്ക്. കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക, ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെയാണ് ഇവർ റോഡിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കാരണം ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തി ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സിന് അടക്കം റെസ്ലിംഗ് ടീമിൻ്റെ ഒപ്പം പോകുന്ന സമയത്ത് ഈ റെസ്ലേഴ്സ് നിൽക്കുന്ന ഹോട്ടലിൽ റൂം എടുത്ത് അവരൊപ്പം താമസിക്കുന്നു, കുട്ടികളെ നിന്ന് നമ്പർ ചോദിക്കുന്നു, മസാജിന് ആളുകളെ വിളിച്ചു വരുത്തുന്നു, ഒരു ഫിസിയോനെ മസാജിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ ഇയാളെ പേരിൽ പറഞ്ഞിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഒരു റോഡിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് ജനുവരിയിൽ നടക്കുന്ന സമയത്താണ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അനുരാഗ് താക്കൂർ വരുന്നു. അനുരാഗ് താക്കൂർ വന്നിട്ട് ഒരു കമ്മിറ്റി, ഓവർസൈറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഓവർസൈറ്റ് കമ്മിറ്റി നമ്മുടെ മേരി കോം അവരാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഓവർസൈറ്റ് കമ്മിറ്റിയോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഇവർ ഉന്നയിക്കുന്ന കേസുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഈ ഓവർസൈറ്റ് കമ്മിറ്റിയിൽ ബബിത ഫോഗട്ട്, അതായത് റെസ്ലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാളെയും കൂടി ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെ ഈ കമ്മിറ്റി ഇത് അന്വേഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തതിന് ആ ഒരു കാരണം കൊണ്ട് ഇവർ പ്രൊട്ടസ്റ്റ് ഒഴിവാക്കുന്നു. പക്ഷെ വീണ്ടും ഇവർ പ്രൊട്ടസ്റ്റിലേക്ക് വരുന്നു. പാർലമെന്റിൽ നമ്മളെ കിരീടവും ചെങ്കോലും പിടിച്ച് മോദി പോയ സമയത്ത് ഇവർ റോഡിലിരുന്ന് അടി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഓവർസൈറ്റ് കമ്മിറ്റി, നമ്മുടെ മേരി കോം അടക്കം ഉള്ള ആളുകളുടെ അന്വേഷണ റിപ്പോർട്ട് അത് ഇതുവരെയായിട്ട് പുറത്ത് പബ്ലിക്കായിട്ട് വന്നില്ല. പക്ഷെ റിപ്പോർട്ട് സമർപ്പിച്ചത് 13 ഏപ്രിലാണ്. ഇവരിപ്പോൾ രണ്ടാമത് പ്രൊട്ടസ്റ്റിന് വരുന്നത് ഒരു 27-28 ആ ഒരു ദിവസം മുതലാണ് ഇവർ പ്രൊട്ടസ്റ്റ് വീണ്ടും തുടങ്ങുന്നത്. അത് പ്രൊട്ടസ്റ്റ് വീണ്ടും തുടങ്ങാൻ കാരണം ഈ റിപ്പോർട്ടിൽ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഇവർ പറഞ്ഞ ഈ അലിഗേഷൻസ് മൊത്തം ഒന്നുമില്ല, അയാൾ ക്ലീൻ ആണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടാണ് മേ ബി സമർപ്പിച്ചത് എന്നുള്ള കാര്യം ഇവർക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മിറ്റി മുമ്പാകെ നമ്മുടെ വിനേഷ് ഫോഗട്ട് പറഞ്ഞത്, വിനേഷ് ഫോഗട്ടിനെ വൃത്തികെട്ട രീതിയിൽ ടച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വിനേഷ് ഫോഗട്ട് പറഞ്ഞുള്ള ഒരു റീസൺ. ബ്രിജ്ഭൂഷൺ സാക്ഷി മാലിക്കിനെ ഹഗ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ പോയിട്ട് ഈ നമ്പർ ചോദിക്കുന്ന കാര്യവും ഹഗ് ചെയ്യുന്ന കാര്യവും ഫിസിയോ ഈ പറഞ്ഞ പോലെ മസാജ് ചെയ്യിക്കാൻ വിളിപ്പിച്ച കാര്യവും ഇതൊക്കെ മാറി. കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് എന്താണ് എന്നുള്ളത് ദ ഇക്കണോമിക് ടൈംസ് പുറത്ത് വിട്ടപ്പോൾ അതിൽ സംഗതികളൊക്കെ മാറി. ബ്രിജ്ഭൂഷൺ സിംഗ് മറ്റേ ഫിസിയോനെ വിളിപ്പിച്ചത് മസാജ് ചെയ്യിക്കാനല്ല, പെയിൻ കില്ലർ ചോദിക്കാനാന്ന് മാറി. പിന്നെ വിനേഷ് ഫോഗട്ടിൻ്റെയും സാക്ഷി മാലിക്കിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ ഈ പറഞ്ഞ അലിഗേഷൻസ്, പ്രത്യേകിച്ച് സാക്ഷി മാലിക്കിൻ്റെയും വിനേഷ് ഫോഗട്ടിൻ്റെയൊക്കെ അലിഗേഷൻസ്, അവരുടെ കല്യാണത്തിന് ബ്രിജ്ഭൂഷൺ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് കെട്ടിപ്പിടിച്ചതും അല്ലെങ്കിൽ നിങ്ങളെ വൃത്തികെട്ട രീതിയിൽ ടച്ച് ചെയ്ത ഒരാളെ നിങ്ങൾ കല്യാണത്തിന് വിളിക്കുമോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇയാളുമായിട്ട് ഒരു ക്ലോസ് ബന്ധം നിങ്ങളെങ്ങനെ വയ്ക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പല ഇൻ്റർവ്യൂസ് ഇവർ ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത് 2015-16 ആ ടൈമിലാണ് ഇവർ ഈ അലിഗേഷൻസ് പറയുന്നത്. അന്ന് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു, ഇപ്പം നിങ്ങൾ എന്ത് പുറത്ത് വന്നിട്ട് ഇപ്പം എന്തിനാണ് നിങ്ങളിത് പറയുന്നത്? അപ്പോൾ അതിനുശേഷം 2015-16 ശേഷം ഇവർ കൊടുത്ത ഈ മേജർ ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ ബ്രിജ്ഭൂഷൺ സിംഗിനെ കുറിച്ച് പറയുന്ന ആ ഒരു ബൈറ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ പറഞ്ഞ അലിഗേഷൻസ് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ഇക്കണോമിക് ടൈംസിൽ പറയുന്നത്. മേ ബി ആ ഒരു കാരണമായിരിക്കാം ഇവർ ബാക്ക് ടു പ്രൊട്ടസ്റ്റ് വന്നത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു റീസൺ, ഇവർ ഈ ബാക്ക് ടു പ്രൊട്ടസ്റ്റ് വരാനുള്ള ഒരു റീസൺ പറയുന്നു. അല്ലാത്തൊരു കാര്യം ഇതിൽ ക്ലിയർ ആയിട്ട് നോക്കേണ്ടത് ഹരിയാന റെസ്ലിംഗ് ഫെഡറേഷനും WFAയും ഓക്കെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതിലാണ് ദീപേന്ദർ ഹൂഡയാണ് ഹരിയാന ഫെഡറേഷൻ്റെ ചീഫായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദീപേന്ദർ ഹൂഡേൻ്റെ എന്താ പറയുക ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ടോ? കാരണം ഹരിയാന റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കുറച്ച് സ്വരച്ചേർച്ചകൾ വരുന്നുണ്ട് ഇവിടെ. അത് റൂൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി റൂൾസാണ് ഇതിൽ മെയിനായിട്ട് കളിക്കുന്നൊരു കേസ്. ഓക്കെ, റൂൾസ് ഇതിൽ മെയിനായിട്ട് കളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന റെസ്ലേഴ്സ്, ഓക്കെ, അത് സാക്ഷി മാലിക് ആണെങ്കിലും വിനേഷ് ഫോഗട്ട് ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ ബജ്രംഗ് പുനിയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഈ നാഷണൽ ഇവൻറ്റ്സിൽ പങ്കെടുക്കാതെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, ഇപ്പോൾ ലെറ്റ്സ് സേ ഒളിമ്പിക്സ്, അങ്ങനെ കുറച്ച് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം പങ്കെടുക്കാൻ പ്രിപ്പയറായി ബാക്കി ഇവൻറ്റ്സ് സ്കിപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ആ ഇവൻറ്റ്സിൽ നാഷണൽ ഇവൻറ്റ്സിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ട്രയൽസ് ഇല്ലാതെ കഴിഞ്ഞ കൊല്ലം ഒളിമ്പിക്സ് അടിച്ചതുകൊണ്ട് ഈ പ്രാവശ്യവും ഒളിമ്പിക്സിൽ പോവാം. ഓക്കെ, കഴിഞ്ഞ വട്ടം ഒളിമ്പിക്സ് അടിച്ചുകൊണ്ട് ഈ വട്ടവും ഒളിമ്പിക്സിൽ പോവാം എന്നുള്ള ആ ഒരു റൂള് മാറ്റിയിട്ട് whoever goes for a major tournament like ഒളിമ്പിക്സ് ട്രയൽസ് നേരിടണം.
ട്രയൽസിന് പോകണം, ട്രയൽസ് വേണം എന്നുള്ള രീതിയിലുള്ള റൂൾസ് WFI കൊണ്ടുവരുന്നു. അത് ബ്രിജ്ഭൂഷണാണ് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു 2021 or 22 നവംബറിലാണ്, 21 നവംബറിൽ ഈ റൂൾ വന്നിട്ടുണ്ട്. സോ ആ റൂൾസിനെതിരായിട്ട് ഇവരുടെ ഒരു കോൾഡ് വാർ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ വലിയ വലിയ പേരുകൾ ഇപ്പോൾ റോഡിലിരുന്ന് പോലീസുകാർ വലിച്ചു കൊണ്ടുപോയി. നമ്മൾ കണ്ട പേരുകൾ ആണ് അവരുടെ കോൾഡ് വാർ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഒളിമ്പിക്സ് മെഡൽ വിന്നേഴ്സാണ്. സോ അവർക്ക് നേരിട്ട് ട്രയൽസ് ഇല്ലാതെ ഒളിമ്പിക്സിന് പോകണമെന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. സോ ബ്രിജ്ഭൂഷൺ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് അതിനെതിരെ ഇപ്പോൾ ഇവരുടെ ഒരു പ്രൊട്ടസ്റ്റ്, ഈ പറഞ്ഞ നമ്മുടെ ദീപേന്ദർ ഹൂഡ, ഹരിയാന ഫെഡറേഷൻ്റെ ദീപേന്ദർ ഹൂഡ, ഹരിയാന ഫെഡറേഷൻ ഇതിൽ ഇൻവോൾവ് ആകാൻ കാരണം ഹരിയാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റെസ്ലേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കി സ്റ്റേറ്റുകളിൽ നിന്നുകൂടി റെസ്ലേഴ്സിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ടീം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ മാറ്റണം എന്നുള്ളൊരു റൂളും നമ്മുടെ WFI കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ കാരണം ഹരിയാനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് മിസ്സാവും എന്നുള്ളൊരു കാരണവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതും നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ കോൺസ്പിറസീസ് ആട്ടോ പറയുന്നത്. അതായത് ഇതുകൊണ്ടായിരിക്കാം. അപ്പോഴാണ് നമ്മുടെ സാക്ഷി മാലിക് അടക്കമുള്ളവർ പറയുന്നത് അവർ ഒരു മേജർ ടൂർണമെൻറ്റുകളും ട്രയൽസ് ഇല്ലാതെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ വളർന്നു വന്നത് തന്നെ ചോട്ടാ ടൂർണമെൻറ്റിൽ കളിച്ചും ജയിച്ചിട്ടുണ്ട്. അവർ വന്നതേ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഒരു മേജർ ടൂർണമെൻറ്റ് പോകണമെങ്കിലും അവർ ട്രയൽസ് അറ്റൻഡ് ചെയ്യാൻ റെഡിയാണ് എന്നവർ പറയുന്നുണ്ട്. ആരാണ് ഈ കോൺസ്പിറസി ഉണ്ടാക്കിയെന്നുള്ള അവർക്ക് അറിയില്ല. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. तो बार एलिगेशन लगा रहे हैं कि ये डायरेक्ट ओलंपिक खेलना चाहते हैं, ये कंपटीशन नहीं खेलना चाहते. ऐसी कोई बात नहीं है. मैंने हमेशा जितना भी मेरा करियर रहा है, मैंने सारे छोटे से छोटे टूर्नामेंट, सारी नेशनल चैंपियनशिप खेली हैं. और चाहे तो रिकॉर्ड उठा के देख सकते हो आप, मेरे सर्टिफिकेट देख सकते हो. ये सिर्फ हमारा मुद्दा भटकाने की बातें हैं कि ये डायरेक्ट ओलंपिक्स खेलना चाहते हैं. उसमें चाहे विनेश आ जाए, चाहे बजरंग आ जाए, कोई भी ऐसा गेम नहीं हुआ है जिसमें हम बिना ट्रायल्स के गए हों. അവർ പറയുന്നുണ്ട് അവർ ട്രയൽസ് ഇല്ലാതെ ഇതുവരെയായിട്ട് ഒരു കളി കളിച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ട്രയൽസ് അറ്റൻഡ് ചെയ്ത് കളിക്കാൻ അവർ റെഡിയാണ്. പിന്നെ ഇതിലെല്ലാവരും മനസ്സിലാക്കേണ്ടത്, എനിക്ക് പ്രത്യേകിച്ച് ഇത് ചുമ്മാ അവരെ, അതായത് ഈ റെസ്ലേഴ്സിൻ്റെ മേത്തൊരു കാരണം പറയാൻ വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ റൂൾസിൻ്റെ അലിഗേഷൻ എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നാൻ കാരണം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ലീഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്രിക്കറ്റിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ലീഗ് അത് ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് വരുന്ന കുറേ ടൂർണമെൻറ്റുകളുണ്ട്. ആ ടൂർണമെൻറ്റിൽ തന്നെ നല്ല ഇതുണ്ട്, ഒരു എന്താ പറയുക, ചെറിയ ടൂർണമെൻറ്റുകൾ, അത്യാവശ്യം നല്ല ടൂർണമെൻറ്റുകളുണ്ട്. ഓൾ കേരള, ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ കളിക്കാം. ഓൾ കേരള ടൂർണമെൻറ്റ് തന്നെ അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞതും ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഓൾ കേരള ടൂർണമെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആസ് എ പ്ലെയർ നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ഫീൽഡിൽ ഉള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ പറയുന്നത് കണക്റ്റ് ആവും. അതായത് നമുക്കിപ്പോൾ ഒരു മേജർ, ലെറ്റ്സ് ഒരു റെസ്ലറാന്ന് വിചാരിച്ചോ, ഒരു ഒളിമ്പിക്സ് പോലത്തെ ഒരു വലിയ ഇവൻറ്റ് വരുന്നുണ്ട്. അതിന് ഇടയിൽ വരുന്നതൊക്കെ നാഷണൽ ഇവൻറ്റ്സ് ആണ്. നാഷണൽ ഇവൻറ്റ്സിൽ തന്നെ ഏത് ഇവൻറ്റിൽ പങ്കെടുക്കണം എന്നുള്ളവർക്ക് തീരുമാനിക്കാം. അവരുടെ ആ ടൈമിലുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് അവർക്ക് തീരുമാനിക്കാം. ഈ നാഷണൽ ഇവൻറ്റ്സ് പങ്കെടുക്കേണ്ട അവർക്ക് ഡയറക്റ്റായിട്ട് ഇന്റർനാഷണൽ ഇവൻറ്റ്സോ അല്ലെങ്കിൽ ഒളിമ്പിക്സ് പങ്കെടുക്കാനാണ് താല്പര്യം, അവർക്ക് അതിന് പ്രിപ്പയർ ആണ് താല്പര്യം, അവർ ഓൾറെഡി ഒരു ഒളിമ്പിക് മെഡൽ വിന്നർ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ദാറ്റ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഒരു ട്രയൽസ് വെക്കണം, നിങ്ങൾ വെച്ചോ. ഒരു ട്രയൽസിൻ്റെ ഒരു ആവശ്യമല്ലോ. ഇനി ഇപ്പോൾ ട്രയൽസിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ വേറൊരു ഇഷ്യൂ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രയൽസ് നടക്കുന്നതും പ്രോപ്പറായിട്ടില്ല. ഇവർ ട്രയൽസ് ചെയ്യാൻ റെഡിയാണ്, ട്രയൽസ് എടുക്കാൻ അവർ റെഡിയാണ്, ട്രയൽസിന് അറ്റൻഡ് ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ട്രയൽസ് ഓർഗനൈസ്ഡ് അല്ല വെക്കുന്നത്. റെസ്ലിംഗ് ഫെഡറേഷൻ ട്രയൽസ് വെക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഏതെങ്കിലും ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇന്ന് ട്രയൽസ് ഉണ്ടെന്ന് പറയും. 365 ദിവസവും 24x7 റെസ്ലിംഗ് പോലത്തെ ഒരു കാറ്റഗറിയിൽ അവർക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ പറ്റുമോ? എപ്പോഴും ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ, ഒരു മെൻ്റൽ കണ്ടീഷനിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. സോ റെസ്ലിംഗ് ഫെഡറേഷൻ ആണെങ്കിൽ പോലും ഇവരോട് ട്രയൽസിൻ്റെ ഡേറ്റ് പറയുമ്പോൾ 1 മാസം മുന്നോ 2 മാസം മുന്നോ അറിയിക്കണ്ടേ? 1 മാസം മുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാൻ അവർക്ക് പ്രിപ്പയർ ആകാൻ പറ്റും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രയൽസ് അറ്റൻഡ് ചെയ്യിക്കാൻ വേണ്ടി ഇവരെ വിളിക്കുന്നത് 1 ദിവസവും 2 ദിവസവും മുന്നേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കുന്ന കേസാണോ? സോ ഒന്നും ഓർഗനൈസ്ഡ് ആയിട്ടല്ല പോകുന്നത്. അതും ഇവരുടെ ഇഷ്യൂ ആണ്. അപ്പോൾ റെസ്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ റോഡിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന റെസ്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നിയമമല്ല അവരുടെ പ്രശ്നം. അവർക്ക് പ്രോപ്പറായിട്ടുള്ള റീസൺ ഉണ്ട്. ആ റീസൺസ് ഒക്കെ ഇവർ പറയുന്നുണ്ട്, ഇവർക്കെതിരെ നടന്ന കാര്യങ്ങൾ. കാരണം ഓരോ ഇന്റർനാഷണൽ ടൂർണമെന്റിന് പോകുന്ന സമയത്ത് ഈ ബ്രിജ്ഭൂഷൺ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഓർത്തിട്ട് റെസ്ലിങ്ങിൽ വരുന്ന കുട്ടികൾ ഒറ്റയ്ക്ക് കൂട്ടം കൂടിയിരുന്ന് ഒരു സൈഡിൽ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് വിനേഷ് ഫോഗാട്ട് പറയുന്നത്.
ब्रिजभूषण जब भी बाहर जाते थे कोई भी इंटरनेशनल कंपटीशन में, तो वो लड़कियों के फ्लोर पे रूम लेते थे, उसी सेम होटल में रूम लेते थे। और लड़कियों के साथ में जैसे ट्रैवल करना है, बस में करना है, तो उनके साथ बस में बैठते थे। लड़कियों को मतलब कंफर्टेबल बिल्कुल फील नहीं होता था। और ये रिसेंटली अभी 1-2 साल में ही ज़्यादा बढ़ गया था, मतलब कि जूनियर लड़कियों के लिए या जो अंडर 17 जो लड़कियां हैं उनके साथ में, तो वो बिल्कुल भी कंफर्टेबल नहीं रहती थी। लड़कियां रो रही हैं, एक साथ एक रूम में इकट्ठी होकर रो रही हैं, खाना नहीं खाने जा रही हैं, तो वैसे मेंटली टॉर्चर करते थे लड़कियों को। और लड़कियों को रूम में बुलाने की ट्राई करते थे कि सब कोई सिंगल लड़की रूम में आके उनसे मिले पर्सनल फेवर्स के लिए, और वो सब करके। तो वो ऐसी हरकतें उनकी बहुत ज़्यादा अलग लेवल पे बढ़ गई थी। ഓക്കെ, അപ്പോൾ കുട്ടികൾ റൂമിലിരുന്ന് കരയാണ്, ഇയാളുടെ ഈ മിസ്ബിഹേവിങ് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ട്. പിന്നെ ഇതിൽ സാക്ഷി മാലിക് പറയുന്നുണ്ട് ആരൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഫിസിയോനെ മസാജ് ചെയ്യാൻ വിളിപ്പിച്ചു, അതായിരുന്നു അവർ കൊടുത്ത ഒരു കേസ്. പിന്നെ ആ ഫിസിയോനെ വിളിച്ചിട്ട് ഇവരെന്ത് ചെയ്ത് ഭീഷണിപ്പെടുത്തി. കാരണം ഇയാൾ ഗുണ്ടയാണല്ലോ ബ്രിജ്ഭൂഷൺ സിംഗ്. അതോട് കൂടിയിട്ട് ടാബ്ലറ്റ് വാങ്ങാനാണ്, പെയിൻ കില്ലറിന്റെ ടാബ്ലറ്റ് വാങ്ങാനാണ് വിളിച്ചെന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയായി. जूनियर में जो लड़कियां गई हैं 10 की 10 उन्होंने बताया, और उन्होंने अपनी आवाज़ भी उठाई। उन लड़कियों ने ये भी बताया कि वो सारी रूम में एक साथ रहती थी, कि कहीं सिंगल प्रेसिडेंट उनको बुला ना ले। और रही बात फिजियो की, जब उनसे पूछताछ का मामला आया तो फिजियो ने मना कर दिया कि नहीं, उन्होंने तो सिर्फ टैबलेट मांगने के लिए बुलाया था। ये कारण इसलिए है क्योंकि वो कहीं ना कहीं डर चुके हैं, उनको डराया जा चुका है कि आप अगर प्रेसिडेंट के खिलाफ बोलोगे तो आपको मरवा दिया जाएगा, या जो भी वो थ्रेट करते हैं जो हमेशा से लड़कियों के साथ करते आए हैं। कह रहे हैं कि कोई भी लड़की आगे नहीं आई है। 7 लड़कियों ने तो कंप्लेंट दी जिस पे FIR हुई है, और 10 लड़कियों ने कमेटी में अपने बयान दिए हैं, और बाकी और भी बहुत लड़कियां हैं जो सामने नहीं आना चाहती। उनके फ़ोन्स आते हैं, मैसेजेस आते हैं कि आपने बहुत बहादुरी का काम किया है, हमारी कभी हिम्मत नहीं हो पाई। तो बहुत लड़कियां साथ है, पर मजबूरी है, घर वालों की तरफ से मान लो या किसी भी तरफ से मान लो, कई लड़कियां जो है आगे नहीं आना चाहती हैं। ഓക്കെ, അപ്പോൾ ഭീഷണിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് റെസ്ലേഴ്സിനെതിരെ. വണ്ടി ഇടിച്ച് കൊല്ലുന്നൊക്കെയാണ് വിനേഷ് ഫോഗട്ടിനോട് പറഞ്ഞിട്ടുള്ളത്. मैं खेल मंत्री जी से मिली, 24 घंटे भी नहीं हुए, जो एक बात मैंने खेल मंत्री जी को बताई थी, ब्रजभूषण को एक बात बता दी। क्योंकि खेल मंत्री जी ने पूछा आपने प्रधानमंत्री जी को क्या क्या बताया, उसी टाइम उन्होंने बताया है या उनके ऑफिस ने बताया, मुझे नहीं पता इस बात का। लेकिन वहां से बातें लीक होगी। 24 घंटे में मेरे हस्बैंड के पास कॉल आने लगे कि आपने ऐसे कैसे प्रधानमंत्री को ऐसे बता दिया, आपकी हिम्मत कैसे हो गई है, और आपको तो हम देखते हैं, ऐसे थोड़ी ना छोड़ देंगे, मरवा देंगे, नेशनल कैंप में आते हो, लखनऊ बाई रोड आते हो तो ये हो जाएगा। तो ऐसी बातें हमें बोली जा रही थी उस टाइम पे। तो आप सोचिए मतलब किस हद तक टॉर्चर किया जा रहा था, हर तरीके से हमें परेशान की, इतना परेशान किया जा रहा था कि हम मर जाएं, हम खुद से कुछ खुदकुशी कर लें या खुद को कुछ ही नुकसान कर लें, इतने हद तक टॉर्चर किया जा रहा था हमें। ഇതാണ് അവസ്ഥ. ഇപ്പൊ അവരവരുടെ മെഡലുകൾ എടുത്തിട്ട് ഗംഗയില് കൊണ്ട് എറിയാൻ പോണ്. ഫാർമേഴ്സ് അതിന് സമ്മതിക്കുന്നില്ല, ഇന്ത്യയിലുള്ള ആരും ഇതിന് സമ്മതിക്കില്ല, നമ്മൾ ആരും ഇതിന് സമ്മതിക്കില്ല. കാരണം നമ്മുടെ അഭിമാനമാണ് നമ്മുടെ റെസ്ലേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏത് കാറ്റഗറി സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും, ഏത് ടൈപ്പ് ഓഫ് സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ അവർ മെഡൽ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബേട്ടി ബച്ചാവോ ബേട്ടി ബച്ചാവോ, അഭി ബേട്ടി ബച്ച് റാ ഹൈ, ബേട്ടി ബച്ചാവോ ബേട്ടി ബച്ചാവോ പറയാൻ നല്ല സുഖമാണ്. अभी बोलो ना कौन बच रहा है हमारा बेटियों को. ये गोदी मीडिया तो अभी चुप हो चुका है, वो तो कुछ नहीं बोल रहा है. ഒരവസ്ഥ തന്നെയല്ലേ ഇത്. ഇതിപ്പോൾ എന്താ പറയുക, കുറേ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരൊക്കെ വീഡിയോസ് ചെയ്തിട്ടും സപ്പോർട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെ പ്രതിരോധിക്കണം. ഇവരുടെ നേരെ നടക്കുന്ന അനീതിയെ പ്രതിരോധിച്ചേ പറ്റൂ. ഇപ്പോൾ IPL ഫൈനൽ കഴിഞ്ഞു. ഓക്കെ, അവിടെ തെരുവിൽ റെസ്ലേഴ്സ് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളും പീഡനങ്ങളും പുറം ലോകത്ത് എത്തിക്കണം, ഇല്ലെങ്കിൽ ബ്രിജ്ഭൂഷണെ പോലുള്ള ഒരാളെ അകത്താക്കണം. എന്നിട്ട് 2 FIR ആയിട്ടുള്ളൂ ബ്രിജ്ഭൂഷണെതിരെ, 2 FIR ഇത്രയും പ്രശ്നത്തിന് ശേഷം. ആ 2 FIR മാത്രം ഇട്ട് ഇത് തീർക്കാനാണ് ഇവരുടെ പ്ലാൻ. പക്ഷെ ഒരു സൈഡിൽ ഇന്ത്യയുടെ അഭിമാനമായ റെസ്ലേഴ്സ് അടി വാങ്ങുമ്പോൾ, മറ്റേ സൈഡിൽ IPL മാരത്തൊരു ഇവൻ്റ് ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടു, ഞാൻ അടക്കമുള്ളവർ നമ്മൾ കണ്ടു, നമ്മൾ ആഘോഷിച്ചു, ഭയങ്കര സംഭവമാക്കി. ഓക്കെ, ഇതിപ്പോൾ റെസ്ലേഴ്സിന് പകരം ഇന്ത്യയിലെ പേര് കേട്ട ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് സ്റ്റാർ, ലെറ്റ്സ് സേ വിരാട് കോഹ്ലി, MS ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, വലിയ വലിയ പേരുകളാണ് റോഡിലിരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എന്ത് നിയമം നടപ്പാക്കും. ഒറ്റ ദിവസം കൊണ്ട് രാജ്നീതി
അവസ്ഥ റെസ്ലേഴ്സ് എന്ന് പറഞ്ഞാലും ഇനി നമ്മളെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത ഏത് സ്പോർട്സിന്, ഏത് കാറ്റഗറിയിൽ, ഏത് ഇവൻറ്റിൽ നമ്മളെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത ആളുകൾ നമ്മളെ പ്രൈഡാണ്. ഓക്കെ, അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയും നമ്മുടെ കടമയാണ്. എനിക്ക് പറ്റാവുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആളുകളത് അറിയിക്കുന്നതാണ്. ഞാനിത് ചെയ്തു. ഓക്കെ, എനിക്ക് അതിനുള്ള മണി പവറില്ല, എനിക്കുള്ള പൊളിറ്റിക്കൽ പവറില്ല. ആളുകളെ കാര്യങ്ങൾ അറിയിക്കുക. നമുക്ക് ഇങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അതിലും കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ സാബ് ഹമാരാ മോദിജി കി ഹാത്ത് മേ ഹേ. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം.